നമ്മുടെ വിദ്യാലയത്തിലെ ഒരു തെറ്റും ചെയ്യാത്ത വിദ്യാർത്ഥികളെ സത്യശീലൻ മാഷ് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പൊതുവെയുള്ള വികാരം. അതിനു മുമ്പ് സത്യശീലൻ മാഷക്ക് എന്താണ് പറയാനുള്ളത് എന്നുകൂടി ഒന്ന് കേൾക്കണം. അയാൾ ഇനി ഒന്നും പറയണ്ട. എന്താ മാഷ് ഇങ്ങനെ? ചെങ്ങായി എന്നോടല്ലേ പറഞ്ഞ അയാള് ഇയാളെന്ന് പറയരുതെന്ന്? അത് മാഷല്ലേ വെറുതെ. അല്ല, ഒരു വിഷയം ഉണ്ടായാൽ നമ്മ രണ്ട് ഭാഗവും കേൾക്കണമല്ലോ. സാറ് പറ. അതാ പറഞ്ഞേ, സാറ് പറഞ്ഞോളൂ, നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോളൂ, നിങ്ങൾക്ക് പറയാനും കൂടി കേൾക്കണല്ലോ. പറയും. പ്രിയമുള്ള രക്ഷിതാക്കളെ, കുട്ടികളെ ഞാൻ അകാരണമായിട്ട് മർദ്ദിച്ചു എന്നുള്ളതാണ് ഇപ്പൊ എന്റെ പേരിൽ വന്നിട്ടുള്ള പരാതി. കുട്ടികളെ ഞാൻ മർദ്ദിച്ചു എന്ന് പറയുന്നത് വളരെ ശരിയാണ്. ഞാൻ ചൂരലുകൊണ്ടാണ് കുട്ടികളെ മർദ്ദിച്ചത്. ഈ മർദ്ദിച്ചു എന്ന് പറയുന്നത് തന്നെ ഇതാ കുട്ടികളുടെ അരയ്ക്കുന്ന താഴെയുള്ള ഭാഗത്തേക്ക് മാത്രമേ ഞാൻ അടിച്ചിട്ടുള്ളൂ. അത് അടിക്കാൻ എന്താണ് ഉണ്ടായിട്ടുള്ള കാരണം എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കണം. ആ കാരണം എന്താന്നുള്ളത് ഒരാളും അന്വേഷിച്ചിട്ടില്ലല്ലോ. എന്തോ ചങ്ങായി എനിക്ക് ഇജാതി വർത്താനം പറയാനായിട്ട്. അനക്ക് ഇപ്പിട്ട് അങ്ങനെ തല്ലി അങ്ങനെ നമ്പറാക്കിയിട്ട് പിന്നെ ഇപ്പൊ ഞാൻ അടിച്ചു. ഇനി പണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഒന്നും പറയാക്കണ്ട. അല്ലല്ല, ഞാൻ എനിക്ക് പറയണ ഞാൻ പറയട്ടെ. ഈ സ്കൂളിൽ വേറെ അധ്യാപകരുണ്ടായിരുന്നല്ലോ. ആർക്കെങ്കിലും പോയിട്ട് ആ കുട്ടികളെ പിരിച്ചുവിടായിരുന്നു? എന്തായാലും ചെയ്യാതിരുന്നത്? അല്ല, ഞങ്ങളാരും അതിനെ കുറിച്ച് അറിഞ്ഞില്ലല്ലോ. ഇനിയിപ്പോ അറിഞ്ഞാലും അവരാരും ഇടപെടില്ല. കാരണം അവർക്ക് വിവരമുണ്ട്. കുട്ടികളെ തല്ലാൻ പാടില്ല എന്നുള്ള നിയമമുണ്ട്. അത് തനിക്ക് അറിഞ്ഞുകൂടാത്തത് അവരുടെ കുറ്റമല്ല. തെറ്റ് ചെയ്ത കുട്ടികളെ അരക്ക് താഴെ തല്ലാനുള്ള അധികാരം ഗുരുനാഥന്മാർക്കുണ്ട്. അത് ഗുരുകുല വിദ്യാഭ്യാസത്തിൽ. നിങ്ങൾ ഈ ഗുരുകുരുപച്ചം കളിക്കാണ്ട് കാര്യം എന്താ വെച്ചാ തീരുമാനിക്കുന്നേ? ഇങ്ങനത്തെ ആൾക്കാർ ഇവിടെ വേണ്ടാച്ചാ വേണ്ട തന്നെ. അല്ലെന്ന് പുള്ളി പറയട്ടെ, പറഞ്ഞു തീർക്ക്. സാറ് പറഞ്ഞു തീർക്ക്. ഇനിയും പറയാനുണ്ടോ? അതെ, കുട്ടികളെ മർദ്ദിച്ചു എന്നാണല്ലോ നിങ്ങൾ പറയണത്. ഞാൻ ഏത് രീതിയിലാണ് മർദ്ദിച്ചത് എന്നുള്ളതിന് സാക്ഷിയുണ്ട് ഇവിടെ. ഉണ്ണിയെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഇനി എല്ലാവരും നിശബ്ദനായിരിക്കണ്ട. എന്താ സംഭവിച്ചതെന്ന് ഉണ്ണി പറയും. എന്താ ഉണ്ണി ഉണ്ടായി അത് പറഞ്ഞേ. സത്യമാഷ് പറഞ്ഞത് 100% സത്യമാണ്. എന്താ കണ്ട? ഈ സംഭവം നേരിട്ട് കണ്ട് വീഡിയോയിൽ പകർത്തിയ ഒരാളാന്ന് ഞാൻ. പുള്ളമാരിങ്ങനെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ സത്യമാഷ് ക്ലാസ് പോയിന്ന് ഒരു ചൂരിലെടുത്തിട്ട് വരുന്നുണ്ട്. ഒരു കാരണമില്ലാണ്ട് തലങ്ങും വിലങ്ങും തല്ലി ചതക്കാന്ന് കുഞ്ഞള. സത്യമാഷ തോക്കാന്ന് എല്ലാരും വെടിവെച്ച് വന്നേനെ. ബാക്കി അല്ലപ്പോ ഇത് പറയാനോ അവനങ്ങൾ ഇങ്ങനെ പ്രോത്സാഹിച്ചത്? ഏറെ ചെങ്ങായി ഒരു മാസം കുട്ടികളെ ഇങ്ങനെ തല്ലി തമ്പോറാക്കുമ്പോ അത് പിടിച്ചു മാറ്റാണ്ട് ഫോട്ടോ എടുക്കാൻ നിൽക്കായിരുന്നു. അല്ല, നിങ്ങളെ അതൊന്നും പറഞ്ഞ സമയങ്ങളുടെ കാര്യമില്ല. എന്റെ ചെറുക്കനെ അടിച്ച ഈ മാഷ് ഇനി ഈ സ്കൂളിലുണ്ടെങ്കില് എന്റെ മോനെ ഞാൻ ഇങ്ങോട്ട് വിടൂലേ? അതെ മാഷെ, ഞാനും പറയാണ്, ഈ മാഷിനെതിരെ നടപടി കൈക്കൊണ്ടില്ലെങ്കിൽ എന്റെ 10 കുട്ടികളെ ടി.സി മേടിച്ച് ഞാനും പോകും. എന്റെ 10 കുട്ടികൾ പഠിക്കണ്ടോ എന്റെ കുടുംബത്തിലെടോ? തന്നെ സ്കൂൾ ഇങ്ങനെ ആയി. നമുക്കിനി ചർച്ച വേണ്ട. മാഷിരിക്കും. അല്ല, ഞാൻ എനിക്ക് പറയാനുള്ള മുഴുവൻ പറയാം. പറഞ്ഞിടത്തോളം അത് എവിടെ ഇരിക്കുകയാണ്? അതെ, ഒരു 5 മിനിറ്റ് നിങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കും. നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. മീറ്റിംഗ് അതെ സാറേ. അതെ, നമ്മളുടെ ഈ യോഗത്തിൽ ഉയർന്നു വന്ന ചർച്ചകളുടെയും പൊതുവികാരത്തിന്റെ അടിസ്ഥാനത്തിലും സത്യശീലൻ സാറ് നിർദ്ദേശിച്ച സാക്ഷി ഉണ്ണിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലും നമ്മൾ ഇന്നിവിടെ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സാറ് നിങ്ങളോട് പറയും. സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു. അധ്യാപകരുടെ ഭാഗത്തുനിന്നും പ്രത്യേകിച്ച് സത്യശീലന്റെ ഭാഗത്തുനിന്നും സംഭവിച്ച ഒരു വീഴ്ചയാണ്. ഇനി മുതൽ അത്തരത്തിലൊരു സംഭവം ഈ വിദ്യാലയത്തിൽ നടക്കാതിരിക്കുന്നതിന് വേണ്ടിയും അത്തരത്തിലൊരു സംഭവം ചെയ്തതിന് ഒരു ചെറിയ ശിക്ഷ എന്ന നിലയ്ക്കും അന്വേഷണ വിധേയമായി സത്യശീലൻ മാഷെ 1 മാസത്തേക്ക് ഈ വിദ്യാലയത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. ഉണ്ണി ഇത് എവിടെയായിരുന്നു? ഞാൻ പുല്ലുരിക്കാൻ പോയി മതിലിന്റെ അടുത്തില്ലേ? പുല്ല് പറിക്കാൻ? കണ്ട പശുവിനെ നോക്കണോന് എരുമേനെ നോക്കണോനൊക്കെ പിടിച്ചിട്ട് പിയൂണാക്കി കഴിഞ്ഞാൽ ഇതല്ല ഇതിന്റെ അപ്പുറം ഉണ്ടാവും.
ഇവിടെ ജോലി സമയത്താണോ ഗ്രൗണ്ടിൽ നിന്ന് പുല്ലൊക്കെ പറിച്ച് പശുവിനെ കൊണ്ട് കൊടുക്കണേ? സാറേ എൻ്റെ വീട്ടിലേക്ക് പുല്ലുരിക്കാൻ പോയതല്ല. പിന്നെ നമ്മളെ ബോട്ട് ടീച്ചർക്ക് എന്തോ പരീക്ഷണാർത്ഥം എന്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പുല്ലും പിന്നെ കുറുന്തോട്ടിയില്ലേ? കുറുന്തോട്ടി സാറ് കണ്ടിട്ടേ? കുറുന്തോട്ടി എന്നാ എനിക്ക് കുറുന്തോട്ടി നോക്കലല്ലേ പണി? എൻ്റെ ഉണ്ണി, ഞാൻ ഇപ്പൊ എന്തിനാ തന്നെ വിളിപ്പിച്ചത് അറിയോ? ഇല്ല സാറേ. ആ സുമേഷ് ഏട്ടനെ സ്റ്റോർ റൂമിന്റെ മുമ്പിൽ എത്ര നേരം തന്നെ കാത്തുക്കണെന്ന് അറിയോ? നിന്നോട്ടല്ലോ. എങ്ങനെ നിന്നോട്ടെ? അങ്ങനെ കാത്തു നിന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്ക് നേരത്തിന് ഭക്ഷണം കൊടുക്കണ്ടേ? ഓ, ഇന്ന് എത്ര കുട്ടികളുണ്ടെന്ന് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള മുട്ടയും എണ്ണയും അരി നീ എടുത്തു കൊടുക്കണം. അത് ഞാൻ കൊടുക്കും സാറേ. അത് സുമേഷ് ഏട്ടനെ നേരിട്ട് എടുക്കണോണ്ട് കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷെ അതപ്പോ കുട്ടികൾക്ക് കിട്ടില്ല, വേറെ എവിടെയെങ്കിലും എത്തും. അതുകൊണ്ടാ എന്നാ ചെന്ന് എടുത്തു കൊടുക്ക്. ശരി സാറേ. സാറേ, നമ്മളെ കുട്ടികൾക്ക് 2 മുട്ട കൊടുക്കേണ്ടി വരും ദിവസം. എന്തിന് സാറേ? ഇപ്പം കോഴി ഇടുന്ന മുട്ട വളരെ ചെറുത്, അപ്പൊ 2 കൊടുക്കുമ്പോൾ 1ന്റെ പവർ ആവും. അയ്യോ, നമുക്ക് കണക്കല്ലേ ഉണ്ണി, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓ, മാത്തമാറ്റിക്സ്. നീ ചെല്ല്. സത്യമാഷേ. മോർണിംഗ് മാഷേ, വെള്ളം വേണ കുടിക്കാൻ? ഓ, വെള്ളമൊന്നും വേണ്ടപ്പോ, വെള്ളമൊക്കെ ഒരുപാട് കുടിച്ചല്ലോ. ഓ, എത്ര പെട്ടെന്നല്ലേ ഒരു മാസം കഴിഞ്ഞ്. ജോയിൻ ചെയ്യണ്ടോ? ഓ, ജോയിൻ ചെയ്യണം. പിന്നെ മാഷേ, ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം, ഒരു കണക്കിനാണ് ഞാൻ മണ്ടോദരയുടെയും മന്മഥന്റെയും കാലും അടിയും പിടിച്ചിട്ട് ഇനി കംപ്ലൈന്റ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞ് എഴുതി മേടിച്ചിട്ട് സസ്പെൻഷൻ പിൻവലിച്ചത്, അറിയാലോ? അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നു, അവരെവിടെ പോകുന്നു എന്നൊന്നും നമ്മൾ നോക്കണ്ട. നമ്മൾ വരിക, കുട്ടികളെ പഠിപ്പിക്കുക, ശമ്പളം മേടിക്കുക, കുടുംബം നോക്കുക. മാഷെ, കുട്ടികൾ അടിപിടി കൂടുന്നത് കാണുമ്പോൾ നമ്മൾ തന്നെയല്ലേ ഇടപെടേണ്ടത്? എന്തിനെ മാഷേ? ഇപ്പൊ സസ്പെൻഷനേ ഉണ്ടായിരുന്നു. ഇനി ഇതുപോലെ വല്ല പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ സസ്പെൻഷനിൽ നിൽക്കില്ല. എന്തിനാ നമ്മൾ വെറുതെ വേണ്ടാത്ത വണ്ടി വലിക്കും പോണത്? ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മൾ നമ്മുടെ ജോലി ചെയ്യുക, ശമ്പളം മേടിക്കുക, കുടുംബം നോക്കുക. പറഞ്ഞു മനസ്സിലായി? ഓ, അങ്ങനെ ആവട്ടെ മാഷെ. എന്നാ ഐശ്വര്യമായിട്ടോ. ഇനിയിപ്പോ എന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നു, അവരെവിടെ പോകുന്നു എന്നൊന്നും നമ്മൾ നോക്കണ്ട. നമ്മൾ വരിക, കുട്ടികളെ പഠിപ്പിക്കുക, ശമ്പളം മേടിക്കുക, കുടുംബം നോക്കുക. മറിമായം